എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ ഈ നെതന്യാഹുവിനെ ഭീകരവാദി എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ലോകം ട്രീറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ ഒരു ഭീകരവാദിയെ, ഒരു തീവ്രവാദിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് പറയാനുള്ളത്. ഇന്നലെ നമുക്കറിയാം 2-3 ദിവസങ്ങളായി UN ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി നെതന്യാഹു പോകുന്നത്, അതായത് ഇസ്രയേൽ പ്രധാനമന്ത്രി പോകുന്നത് പല രാജ്യങ്ങളുടെ എയർ സ്പേസുകളും ഉപയോഗിക്കാൻ അവർ അനുവദിക്കാത്തത് കൊണ്ട് റൂട്ട് തിരിച്ചു വിട്ടുകൊണ്ടാണ്. അതായത് ഒരു തീവ്രവാദിയോ ഒരു ഭീകരവാദിയോ പോകുന്നത് പോലെ ഒരു UN അംഗീകരിച്ച രാഷ്ട്രത്തിൻ്റെ തലവൻ പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ യൂറോപ്പ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്? തീർച്ചയായും ഒരു ഭീകരവാദിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുമതി കൊടുക്കാത്ത രീതിയിലേക്ക്, അവസ്ഥയിലേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അതിന് ശേഷം നമുക്കറിയാം, ഈ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുവാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന സമയത്ത് സദസ്സിലുള്ള മുഴുവൻ ഏകദേശം ലോക നേതാക്കളും കൂകി വിളിച്ച് എഴുന്നേറ്റ് പോയി എന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി, ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക തലവനായല്ല ഇദ്ദേഹത്തെ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട യാതൊരുവിധ ആദരവുകളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഭീകരവാദിയെയോ ഒരു തീവ്രവാദിയെയോ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ലോക നേതാക്കൾ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.